ഇപ്പം കിഡ്നി നമ്മൾ നോക്കുവാണെങ്കിൽ കിഡ്നിയിലോട്ട് പോകുന്ന രക്തക്കുഴകൾ വെസൽ ഡിസീസിന് കൊണ്ട് കിഡ്നിയുടെ പ്രശ്നം വരാം. കിഡ്നിക്കകത്ത് ഫിൽട്ടർ ചെയ്യുന്ന ഗ്ലോമർലെസ് അതിന്റെ പ്രോബ്ലംസ്, ഗ്ലോമർല നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ പ്രോബ്ലം ആകാം. പിന്നെ ട്യൂബ്യൂൾസ്, ഈ രക്തം പ്യൂരിഫൈ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലോമർലെസ് ഫിൽട്ടർ ചെയ്യുന്ന ട്യൂബ്യൂൾസ് വഴിയാണ് അത് മൂത്രത്തിൽ കൂടെ വരുന്നത്. അപ്പോൾ ട്യൂബുലർ പ്രോബ്ലം, ട്യൂബുലർ നെക്രോസിസ്, ഇങ്ങനെ ചിലക്കാലം മരുന്നുകൾ, ഇങ്ങനെ പാമ്പ് കടിച്ച് കിഡ്നിക്ക് തകരാറ് വരുന്നതൊക്കെ ട്യൂബ്യൂൾസിന് അഫക്ട് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ കല്ലുകൾ വരാം, പിന്നെ സിസ്റ്റുകൾ വരാം, പിന്നെ ഈ മൂത്ര സഞ്ചിക്കകത്ത് വെളി കളയുന്ന പ്രോസ്റ്റേറ്റ്, അങ്ങനത്തെ മൂത്രസഞ്ചിക്കകത്തുള്ള പ്രശ്നം, ഒബ്സ്ട്രക്റ്റീവ് യൂറോപ്പതി, ഈ റീനൽ സിസ്റ്റത്തിനാണ് ചിലപ്പം കല്ലുകൾ വരാം, ട്യൂമർ വരാം. ഇപ്പം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് വൃക്ക തകരാർ വരാം. ഇപ്പം രക്തക്കൊഴകൾ തന്നെ നമുക്കെല്ലാം അറിയാം, ബ്ലഡ് പ്രഷർ കൂടുമ്പോഴത്തേക്കും എല്ലാവരും പറയും ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വൃക്കയ്ക്ക് പകരം വരാം. കാരണം അതിൻ്റെ രക്തക്കൊഴകളുടെ നമ്മുടെ നോക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ നമ്മൾ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു 25% ബ്ലഡ് വൃക്കയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അമിതമായ ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അത്രയും പ്രഷർ കിഡ്നിയിലോട്ട് പോകുന്നത്. അപ്പം പ്രഷർ കൊണ്ട് തന്നെ കിഡ്നിക്ക് തകരാർ വരാം.